ഹായ് കൊച്ചുമക്കളെ. ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു നായയുടെയും ഒരു പൂച്ചയുടേതുമാണ്. പണ്ട് ഒരു വീട്ടിൽ ഒരു നായയും ഒരു പൂച്ചയും താമസിച്ചിരുന്നു. രണ്ടുപേരെയും ആ വീട്ടുകാർ വളർത്തുകയാണ്. എന്തിനു വേണ്ടിയാ വളർത്തുന്നേ? വീടിന് കാവൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. നായ ഒരു പാവമായിരുന്നു. ആത്മാർത്ഥമായിട്ട് പണി ചെയ്യും. വീടൊക്കെ നോക്കും. ആരെങ്കിലും വരികയാണെങ്കിൽ കുരച്ച് ചാടിക്കൊണ്ട് പോകും. അവർ പേടിച്ചു പോകും. വീട്ടിലേക്ക് ആരെയും കടത്തില്ല. പിന്നെ വീട്ടിൽ വരുന്ന പത്രമൊക്കെ കടിച്ചു കൊണ്ടുപോയി കോലായിന്ന് കയറ്റിയിടും. മഴ നനയാതെ നോക്കും. ആ വീട്ടിലെ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ഒരു കാവലായിട്ട് ഇങ്ങനെ കിടക്കും. അവൻ എപ്പോഴും അങ്ങനെയാണ്. ആത്മാർത്ഥമായി തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളായിരുന്നു നായ. പൂച്ചയോ ഒരു ദുഷ്ടനായിരുന്നു. ഒരു പണിയും ചെയ്യില്ല. കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക അടുക്കളയുടെ അടുത്ത്. എന്നിട്ട് ആ യജമാനൻ കൊടുക്കണ പാലും മീനും ഒക്കെ തട്ടും. എന്നിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും. രാത്രിയായ മെല്ലെ മൂപ്പരണിച്ചു പോകും. എന്തിനാണെന്നറിയോ? എലിയെ പിടിക്കാൻ. എന്നിട്ട് അതും തിന്നും. അങ്ങനെ പൂച്ച തട്ടിച്ചു കൊഴുത്തു. നായ എല്ലും തൊലിയായി. പണി എന്നെ പണി. പാവം, നേരെ ഭക്ഷണവും കിട്ടണില്ല. എപ്പോഴും ആര് വന്നാലും പൂച്ച എടുത്ത് ഓമനിക്കും. നായ അടുത്ത് വന്നാൽ മതി ആട്ടിവിടും. അങ്ങനെ അവഗണിച്ച് പാവം നായ വലിയ തടിയൊന്നും വെക്കാതെ ആ വീട്ടിൽ അങ്ങനെ സങ്കടത്തോടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ഒരു കള്ളൻ വന്ന് ഈ യജമാനനെ കെട്ടിയിട്ടു. പൂച്ച ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പൂച്ച മെല്ലെ തലയെത്തി നോക്കി. ആരോ വന്നിരിക്കുന്നു. എനിക്കതിനൊന്നും നേരമില്ല. ആരാന്ന് നോക്കാനൊന്നും നേരമില്ല. എൻ്റെ ഉറക്കം കളയാനായിട്ട് ഓരോരുത്തരിങ്ങനെ വരും. പൂച്ച പ്രാവി അവിടെ കടന്നുറങ്ങി. പട്ടിയോ ഇതൊന്നും കണ്ടിരുന്നില്ല. പാവം, വീടിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണവൻ. അതിൽ യജമാനൻ്റെ ഭാര്യ ഉള്ളിന്ന് വരുമ്പോൾ എന്താ, യജമാനനെ കെട്ടിയിട്ടിരിക്കുന്നു കള്ളൻ. എന്നിട്ട് കത്തി കാട്ടി നിൽക്കുകയാണ്. സ്വർണവും പണമൊക്കെ തായോ എന്ന് പറഞ്ഞിട്ട്. യജമാനത്തി ഉറക്ക നിലവിളിച്ചു, അയ്യോ ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ, എൻ്റെ ഭർത്താവിനെ ഈ കള്ളൻ ഇപ്പോൾ കൊല്ലും. നോക്കുമ്പോൾ എന്താ, വീതനപ്പുറത്ത് ഇങ്ങനെ കടന്നുറങ്ങണ ഒരു പൂച്ച, വീട്ടിൽ വളർത്തണ പൂച്ച. പുറത്ത് പട്ടി ദൂരെയാണ്, കണ്ടിട്ടില്ല. യജമാനത്ര നിലവിളി കേട്ടതും പട്ടി ഓടി വന്ന് കള്ളൻ്റെ തൊട്ടയൊക്കെ കടിച്ചു പൊളിച്ചു. കള്ളൻ ജീവനും കൊണ്ടോടി. യജമാനൻ രക്ഷപ്പെട്ടു. യജമാനൻ നായയെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. നായയോട് പറഞ്ഞു, നീയാണടാ യഥാർത്ഥ കാവൽക്കാരൻ. ഇതുവരെ ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലടാ. ആ കള്ളപ്പൂച്ചയ്ക്ക് വെറുതെയാണ് പാലും മീനും ഒക്കെ കൊട്ടിക്കണേ. അവനെ ആട്ടിവിടണം ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നെ ഇമ്മാതിരി കാണിക്കലൊക്കെ കാണിക്കുമ്പോൾ അവനവിടെ കടന്നുറങ്ങണത് ഞാൻ കണ്ടതാണ് എന്നും പറഞ്ഞ് ഉള്ളിൽ പോയൊരു ചാട്ട കൊണ്ടുവന്ന് പൂച്ചട്ട മുത്തുക്കിനിട്ട് 2 എണ്ണം കൊടുത്തു. കട്ടന്ന് പോടാറുന്നു. പൂച്ചയെ ആട്ടിവിട്ടു. നായയ്ക്ക് നല്ല സ്ഥാനവും കൊടുത്തു. അപ്പോൾ യജമാന് നായയെ മനസ്സിലായി അല്ലേ? കൊച്ചുകെട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നറിയാം. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? എവിടെയും ഏതു പണിയും സഹായിച്ചു കൊടുക്കണം അല്ലേ? ഒറ്റയ്ക്ക് ഒരാളെയും ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. അതും മാത്രമല്ല, ഒരാൾ മാത്രം പണിയെടുക്കുന്നത് ശരിയാണോ? അല്ല. എല്ലാവരും ഒപ്പം പണിയെടുത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയണം. അതാണ് വേണ്ടത്. അതും മാത്രമല്ല, എല്ലാവർക്കും തുല്യ സ്ഥാനം കൊടുക്കുകയും വേണം. പൂച്ചയ്ക്ക് മാത്രം അവിടെ അല്ലേ വലിയ സ്ഥാനം. എന്നാൽ നമ്മുടെ നായയ്ക്കോ ഒരു സ്ഥാനമില്ല. അപ്പോൾ അങ്ങനെ പറ്റില്ല. എല്ലാവരും പണിയെടുക്കണം. എല്ലാവരും സുഖമായി ജീവിക്കണം. സ്നേഹത്തോടെ കഴിയണം. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ
അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.